ഇൻഷാ അല്ലാഹ് ചെറിയൊരു ഗ്രൂപ്പ് സോങ് അവതരിപ്പിക്കുന്നു. 1ാം ക്ലാസ്സിലെ മക്കൾ വാ. അസ്സലാമലൈക്കും. അറിയാമോ നിങ്ങൾക്കറിയാമോ മുത്തനബിയുടെ അറിയാലോ നമ്മൾക്കറിയാലോ മുത്തനബി സല്ലല്ലാഹു അറിയാമോ നിങ്ങൾക്കറിയാമോ അറിയാലോ നിങ്ങൾക്കറിയാലോ അബ്ദുല്ല അറിയാമോ നിങ്ങൾക്കറിയാമോ നമ്മുടെ പേരെന്ത് അറിയാലോ നിങ്ങൾക്കറിയാമോ നബിയുടെ ഉമ്മ ആമിനബി അറിയാലോ നിങ്ങൾക്കറിയാമോ ജനിച്ചു മുത്തനബി അറിയാലോ നിങ്ങൾക്കറിയാലോ എവിടെ വഫാത്ത് മദീനത്ത് അറിയാലോ നിങ്ങൾക്കറിയാവോ എവിടെ വഫാത്ത് മദീനത്ത് അറിയാലോ നിങ്ങൾക്കറിയാമോ അസ്സലാമലൈക്കും. അല്ലാഹ് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് മത്സരം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് മത്സരം ആരംഭിക്കുന്നു. മിഡ്സോൺ വിഭാഗത്തിന്റെ മലയാളം സ്പീച്ച് മത്സരം. മിഡ്സോൺ വിഭാഗത്തിന്റെ മലയാളം സ്പീച്ച് പേര് നൽകിയ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഗ്രീൻ റൂമുമായി ബന്ധപ്പെടേണ്ടതാണ്. മുഹമ്മദ് ഷാൻ, മുഹമ്മദ് ഹാത്തിബ്, മുഹമ്മദ് സാദ്, ഷാഹിൽ, സഹൽ, ഹഫീൽ, നോമാൻ, ഫഹദ് എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികൾ ഗ്രീൻ റൂമിലേക്ക് ബന്ധപ്പെടേണ്ടതാണ്. മിഡ്സോൺ സ്പീച്ച് മലയാളം മുഹമ്മദ് ഷാൻ ഓൺ ദി സ്റ്റേജ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും
അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഈ കാലത്ത് നബിയിലേക്ക് തിരിച്ചു നടക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും കാരുണ്യം ചൊരിയണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലേ പഠിച്ചവൻ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായിടത്തും സ്നേഹം പ്രകടിപ്പിക്കും. മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും പക്ഷികളോടും എല്ലാ ജീവജാലങ്ങളോടും. മാതാപിതാക്കൾ സ്നേഹിക്കണം. മാതാവിനെ ചേ പറഞ്ഞ വാക്കുകളും പറയരുത്. അസ്സലാമു അലൈക്കും. Next, Muhammad Hatib. Judges, please note Muhammad Hatib on the stage. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ ഗുരുനാഥന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുണ്യങ്ങളുടെ പൂനിലാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നു. എങ്കിലേ ആകാശത്തിനധിപൻ നിങ്ങളോട് കാരുണ്യവും സ്നേഹവും പുലർത്തുകയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചു തന്നു. കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ ബാലപ്പാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. വഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും ചേർത്ത് നിർത്തി സർജനും ആതിര ശബ്ദത്തിൽ പരിഗണിക്കപ്പെട്ടു. ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും എല്ലാം ആതിര സവിധത്തിൽ പരിഗണിക്കപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യരോട് മാത്രമല്ല, പക്ഷികളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും. അനാവശ്യമായ പ്രകൃതിയെ നശിപ്പിക്കരുത്, മരങ്ങളെ മുറിച്ചു മാറ്റരുത്, ചെറിയ ഇഴജന്തുക്കളെ പോലും കൊന്നുകളയരുത്, കടിയുറുമ്പാണെങ്കിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത്, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഛേ എന്ന വാക്ക് പോലും പറയരുത്. ഇങ്ങനെ സ്നേഹത്തിന്റെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു. ഹിജ്റയുടെ 5-ാം വർഷം മക്കയിൽ ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിലുള്ളവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനും നാടുകടത്താനും ശ്രമിച്ചവർ ആകെ പട്ടിണിയുടെ സന്ദർഭം. മദീനയിൽ നിന്ന് വേർമറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഭക്ഷ്യദാനവുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടുത്തെ ഒരു സഹാബിയെ പറയാൻ അയച്ചു. മക്കയിൽ ചെന്ന് മക്കയിൽ പട്ടിണി കിടക്കുന്നവർക്ക് വിതരണം ചെയ്യാനായിരുന്നു അത്. ഉംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഭക്ഷ്യദാനവുമായി മക്കയിൽ പോവുകയും ഈ ഭക്ഷ്യദാനങ്ങൾ അബൂ സുഫ്യാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കോടിയ ശത്രുഭാഷത്ത് നിൽക്കുമ്പോൾ പോലും അവരാരും പട്ടിണി കിടന്ന് മരിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമുണ്ടായിരുന്നു. അവരെ പോലും ഒരു വിധത്തിൽ സ്നേഹിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ മാതൃകയാവണം. സ്നേഹം ജീവിതത്തിന്റെ ഒരു ഭാഗമാവണം. അസ്സലാമു അലൈക്കും. Judges, please note. Next, Muhammad Saad on the stage. Operator. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ ഖൈറിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, കമ്മ്യൂണിറ്റിമാരെ, ജഡ്ജിമാരെ, ഇന്ന് നമ്മൾ ആഘോഷിക്കുവാൻ പോകുന്ന റഹ്മത്തുൽ ആലമീനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ്. മുത്തു മുഹമ്മദ് മുസ്തഫയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ മുന്നിൽ ചില വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഒരിക്കൽ ഒരു അറാബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, യാ നബിയെ, ഞാൻ എല്ലാ തെറ്റുകളിൽ നിന്ന് ഒരേ വഴിയിൽ മാറി നിൽക്കാൻ കഴിയില്ല, ഒരു തെറ്റിൽ നിന്ന് മാത്രമാണ് എനിക്ക് മാറി നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ നബി അറാബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ വരും കളവ് പറയരുത്. അപ്പോൾ ആ അറാബി സന്തോഷിച്ചു പറഞ്ഞു,
വെറും കള്ളം മാത്രം പറഞ്ഞാൽ മതിയല്ലേ എന്ന് സന്തോഷിച്ചു. അന്ന് രാത്രി ആ അറാബി ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ പോയി. എന്നിട്ട് അയാൾ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്യം ഓർമ്മിച്ചു. അയാൾ ആ വീട്ടിൽ കട്ടിട്ടില്ല. ഇത്ര പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നെക്സ്റ്റ് ഷാഹിൽ. ഹലോ. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? തെരിശയിൽ കടക്കുന്ന മരുഭൂമിയിൽ കടും ചൂടുമായി അറബികളെ ഇരുട്ടിനകത്തി. അവരിലുണ്ടായിരുന്ന മൂഢത്തരത്തെയും ദുസ്വഭാവത്തിനെയും ജാഹിലിയായ സംസ്കാരത്തെയും മാറ്റി വിനയത്തിന്റെ കെടാത്ത വെളുക്കുകളാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവകാശപ്പെട്ടവരാണ്. ഡോക്ടർ പ്രഗ്നാൻസ പറയുകയാണ്, unlike Muhammad's ability, Muhammad was not only perfect but also saintly and sociality. നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം. മുത്തുനബി ഒരു പ്രവാചകനല്ല, മറ്റൊരു സാമൂഹിക പ്രസ്കർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും ഈയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും ഉൾക്കവർന്ന ജാതി വ്യത്യാസങ്ങളാക്കി മാറ്റി സഹോദരങ്ങളെ ഏകോപിച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next, Sahil on the stage. Judges, please note Sahil. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വതആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം ആദരം നിറഞ്ഞ ഉസ്താദുമാരെ, കമ്മിറ്റിക്കാരെ, മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ കലാമിന്റെ അസ്ല മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പ് എഴുന്നേറ്റ് നിന്നതിന് ഉദ്ദേശം ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറിച്ച് ചർച്ച ചെയ്യലാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരാണ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? തെരിശയിൽ കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളുമായി അറബികളെ ഇരുട്ടിൽ നിന്നകറ്റി അവിടെ ഉണ്ടായിരുന്ന ഊണ്ടത്തെയും സഹാബത്തെയും ജാഹിലിയായ സംസ്കാരത്തെയും മാറ്റി അഖില ലോക നേതാക്കളുമാക്കി വിനയത്തിന്റെ കെടാക്ക വിലക്കലുമാക്കി സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളുമാക്കിയതിനെ മാറ്റം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഡോക്ടർ ബെർണാഡ് ഷാ, മഹാത്മാഗാന്ധി പോലത്തെ വലിയ വലിയ ആൾക്കാർ പറയാനുണ്ടായി, മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇഷ്ടപ്പെടുന്നു. മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ചൊരു ശാസ്ത്രികനും സഹായപരിസ്ത്രകവുമാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും ഈയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും ഒരു കവർന്ന ജാതി വ്യത്യാസമാക്കി തർക്കിച്ചിരുന്ന ലോക ജനതയുടെ ഏക സഹോദരനാക്കി മാറ്റി വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കറുത്തവനേക്കാൾ വെളുത്തവനോ അനർബിയേക്കാൾ അറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയശുദ്ധി കൊണ്ട് പദവി നൽകി ബഹുമാനിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാധീനവും സമ്പത്തും ഭരണാധിപത്യവും എല്ലാം തന്റെ കാലിനടിയിൽ ഇരിക്കവേ ചുടാതാവ മണ്ണ് കൊണ്ട് മഞ്ചുമറിന്റെ വീട്ടിൽ ഈത്തപയ വാലുകൾ കൊണ്ടുള്ള കൂരയ്ക്ക് ഈല് സ്വന്തം കൈ കൊണ്ട് വീട്ടുപണി ചെയ്ത് ദിവസം ചൂല് കൊണ്ട് അടിച്ച് വൃത്തിയാക്കി എസി ഇല്ലാതെ ഫാനില്ലാതെ മരുഭൂമിയുടെ മണ്ണിൽ അന്തി ഉറങ്ങിയ രാജാക്കളുടെ രാജനായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുന മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാൽ കുടിക്കുകയും പാലിൽ കുളിക്കുകയും ചെയ്യുന്ന ഭരണാധിപന്മാരാണ് ഇപ്പൊ ഈ കാലത്ത് കാണുന്നുള്ളത്. എന്നാൽ ഒരു നൂറ്റാണ്ട് മുമ്പ് സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അങ്ങാടി പോയി സാധനം വാങ്ങി സ്വന്തം കൈകൊണ്ട് നൂട്ട് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വീട്ടുകാരും അയൽവാസിക്കാരും സഹായിച്ച് ലോക ജനതയുടെ ഏക സഹോദരനാക്കി മാറ്റി ഹബീബുന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയില്ലേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുമ്പോൾ വേദന തോന്നിയ റസൂലോട് പറയുകയാണ്, ഓ നബിയേ, അങ്ങയുടെ റൂഹ് എന്നോട് നിന്ന് നൂല് വലിച്ച പോലെയാണ് നബിയേ. എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് എന്നോട് നിന്ന് മുല്ലിന്റെ സിറാഗ് വലിച്ചെടുത്ത പോലെയാണ് നബിയേ എന്ന് പറഞ്ഞപ്പോൾ വേദന തോന്നിയ മരണവേദത്തിൽ തോന്നിയ പൊട്ടിക്കരയുകയും ചെയ്യുന്ന
ഒരു നേതാവ് ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ഹബീബുനാ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരെ, ആദരവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുകയും അനുദായിക്കുകയും വേണം. അതിനുവേണ്ടി നാഥനായ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അവസാനിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വതആല വബറകാതുഹു. മിഡ്സോൺ വിഭാഗത്തിന്റെ മലയാളം സ്പീച്ച് മത്സരം കഴിഞ്ഞാൽ ഉടൻ വേദിയിൽ ഹൈസോൺ വിഭാഗത്തിന്റെ മലയാളം സ്പീച്ച് മത്സരം ആരംഭിക്കുന്നു. മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് ഹഫീൽ ഓൺ ദി സ്റ്റേജ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നേരിയ ഉസ്താദുമാരെ, എൻ്റെ സഹോദര സഹോദരികളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങൾക്ക് മുമ്പ് ഈ കലാമിൻ്റെ വേദിയിൽ എഴുന്നേറ്റതിന് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടും ഇസ്ലാമിക കുറിച്ചിട്ടും അല്പം സംസാരിക്കാനാണ്. അതിനാഥനായ അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ ഖുതുബ ഓതാൻ മിമ്പറിലേക്ക് കയറുന്ന സമയത്തിൽ മദീന പള്ളി മുഴുവനും കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. സ്വഹാബികളോ മുഖത്തോടെ മുഖം നോക്കി ആരാണ് കരയുന്നതെന്ന് അന്വേഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് ഇറങ്ങി വന്ന് പറയുകയാണ്, മോനെ നീ കരയല്ലേ മോനെ എന്ന് പറയുകയാണ്. സ്വഹാബികൾ എല്ലാവരും പൊട്ടി കരയാൻ തുടങ്ങി. കാരണം ആ മദീന പള്ളിന്റെ മൂലയിലുണ്ടായ ഒരു മിമ്പറാണ് കരയുന്നത്. ആ മിമ്പർ പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബെ, താങ്കൾ ഇനി എന്റെ മൂലയ്ക്ക് കയറിയിട്ട് ഖുതുബ ഓതില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് വെറും മനുഷ്യനും മൃഗവും മാത്രമല്ല, ജീവൻ ഇല്ലാത്ത വസ്തുക്കളും സ്നേഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മിറാജിന്റെ ദിവസം ലോകത്തിന്റെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്തിൽ അതാ കാണുന്നു, ഒരു ഖബർ പ്രകാശിക്കുകയാണ്. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. ലോകത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ജിബ്രീലെ, അതാ കാണുന്നത് എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അതൊരു ഖബറാണ്. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ അടിച്ചു വീശും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇത് പ്രവാചകന്റെ ഖബറാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇത് പ്രവാചകന്മാരുടെ ഖബർ അല്ല നബിയെ, ഇതൊരു അടിമ പെണ്ണുടെ ഖബറാണ് എന്ന് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ അടുക്കലൊന്ന് പോകുമോ ജിബ്രീലെ? അതിന്റെ അടുക്കൽ ചാറി ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, ഇത് അടിമ പെണ്ണുടെ ഖബറാണ് എന്ന് ചോദിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ആ റസൂലേ, ഇത് മാഷുദ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് മാഷുദ ബീബി റളിയല്ലാഹു അൻഹ? നബി സല്ലല്ലാഹു അലൈഹി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, മൂസാ നബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പെണ്ണാണ്. ഫിറൗനിന്റെ കൊട്ടാരത്തിന്റെ വേലക്കാരിയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തൊരു നല്ല കാര്യം തുടങ്ങുന്നത് മുൻപ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടേ തുടങ്ങണം എന്ന് പറയുകയാണ്. മാഷുദ ബീബി റളിയല്ലാഹു അൻഹ രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് മുടി വാറാൻ വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. അപ്പോഴാണ് ഓർമ്മ വരുന്നത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത ആ കാര്യം മാഷുദ ബീബി റളിയല്ലാഹു അൻഹ അവിടെ ബിസ്മി ചെന്നിട്ട് തുടങ്ങാനാണ്. അത് കേട്ടുകൊണ്ടിരുന്ന ഫിറൗനിന്റെ മകൾ ഫിറൗനിന്റെ കാതിലേക്ക് എത്തിക്കുകയാണ്. ഫിറൗനിന് വല്ലാത്ത ബഹുമാനമാണ്. നാട്ടുകാർക്കും ഫിറൗനിന്റെ കൊട്ടാരത്തിന്റെ വേലക്കാരി മുസ്ലിമിലേക്ക് കടന്നുപോയി എന്ന് അറിഞ്ഞാൽ ഫിറൗൻക്ക് വല്ലാത്ത അവമാനമാണ്. ഫിറൗൻ വല്ലാത്ത ഉപദേശിച്ച് പക്ഷലും നാട്ടുകാർക്കും അയൽവാസിക്കും അറിയാൻ തുടങ്ങി. ഫിറൗൻ ലോകത്തിന്റെ എല്ലാ നേതാക്കളെ ഒരുമിച്ച് കൂട്ടി പറയുകയാണ്, ഈ മാഷുദാനെ തിരിച്ചു കൊണ്ടുവരണം, എല്ലാവർക്കും മാതൃകമായ ഒരു ശിക്ഷ നൽകണം എന്ന് പറയുകയാണ്. ആ ശിക്ഷ എന്തായെന്ന് വെച്ചാൽ ഒരു വലിയ ചട്ടിക്കിന്റെ അകത്ത് എണ്ണ ഒഴിച്ച് കട്ടുകയാണ്.
മാഷിദ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഫിറോൻ ചോദിക്കുന്നു, മാഷിദ നിന്റെ ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുന്നു. മാഷിദ ബീബി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരില്ല, അള്ളാഹുവിന്റെ ദീനാണ് വലുത് എന്ന് പറയുകയാണ് ഫിറോൻ. അപ്പോൾ ഫിറോൻ എന്താക്കി അറിയാമോ? മാഷിദ ബീബിന്റെ മകളായ ഒറ്റയെ ആ ചെട്ടിന്റെ മോലേക്ക് കട്ടിയിടുകയാണ്. ഫിറോൻ പറയുന്നു, ഉപ്പലും എന്തെങ്കിലും മാറ്റമുണ്ടോ? മാഷിദ ബീബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മാറ്റമില്ല. മാഷിദ ബീബി റളിയല്ലാഹു അൻഹു തന്റെ മകളുടെ അടുത്ത് പറയുകയാണ്, നീ കരയല്ല മോനെ, നാളെ നമ്മൾ എല്ലാവരും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് ഒരുമിച്ച് കൂടാം എന്ന് പറയുകയാണ്. പിന്നീട് മാഷിദ ബീബിന്റെ രണ്ടാമത്തെ മകന്റെ അവിടെ കട്ടിയിടുകയാണ്. മാഷിദ ബീബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇപ്പോഴും ഒരു മാറ്റമില്ല എന്ന് പറയുകയാണ്. ഫിറോനുക്ക് വല്ലാത്ത ദേഷ്യം വന്ന് മാഷിദ ബീബിന്റെ മൂന്നാമത്തെ മകളിലും വിളിച്ചു വരികയാണ്. മാഷിദ ബീബി റളിയല്ലാഹു അൻഹു ഈ ഹൃദയം കേൾക്കുന്നില്ല, കാരണം അതൊരു കൊച്ചു കുട്ടിയായിരുന്നു. ആ കൊച്ചി പാൽ കുടിക്കുന്ന വയസ്സിലായിരുന്നു. മാഷിദ ബീബി റളിയല്ലാഹു അൻഹു ഹൃദയം കേൾക്കുന്നില്ലായിരുന്നു. ഫിറോൻ ചോദിക്കുന്നു, ഇപ്പോഴും എന്തെങ്കിലും മാറ്റമുണ്ടോ? മാഷിദ ബീബി റളിയല്ലാഹു അൻഹു എന്ത് പറയുന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ മൗജിദ് കൊണ്ട് ആ കിടാവ് സംസാരിക്കുന്നു, ഓ ഉമ്മേ, നീ കരയല്ലേ ഉമ്മേ, ഈ താഴ്ന്ന ദുനിയാവിൽ എന്നെ യാത്രയാക്കുക, അള്ളാഹുവിന്റെ ദീനാണ് വലുത് എന്ന് പറയുന്നു. മാഷിദ ബീബി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ആ കിടാവിനെയും യാത്രയാക്കുന്നു. അപ്പോൾ ഫിറോൻ ചോദിക്കുന്നു, മാഷിദ നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഞാൻ ആക്കി തരാം, നിന്റെ കടിച്ച ആഗ്രഹം പറയൂ എന്ന് പറയുന്നു. മാഷിദ ബീബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ മകലിനെ എല്ലാവരും ഒരേ കബറിലേക്ക് വെക്കണം എന്ന് പറയുന്നു. നമ്മൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ ദീൻ എത്ര വലുത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഈ Next, Nu'man on the stage. Hello. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാന്യരായ ഉസ്താദുമാരെ, എൻ്റെ മറ്റു സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവിടുത്തെ 1-2 കാര്യങ്ങൾ സംസാരിക്കുന്നു. നമ്മളെല്ലാവരും നമ്മളുടെ ഹബീബിനെ സ്നേഹിക്കുന്നവരാകണം. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചത് ഒരു മനുഷ്യൻ മാത്രമല്ല, ജീവനില്ലാത്ത വസ്തു പോലും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു. അതല്ലേ ഒരു ദിവസം മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ ഹബീബ് ഖുതുബ ഓതാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് മദീന പള്ളിയിൽ ആകെ പുറപ്പിച്ചുകൊണ്ട് ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. സ്വഹാബ ആകെ മുഖത്തോട് മുഖം നോക്കി, ആരും കരയുന്നതുമായി കാണുന്നില്ല. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിന്റെ ഇറങ്ങി കൊണ്ട് ആ പള്ളിയുടെ മൂലയിരുന്ന പഴയ മിമ്പറിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നീ കരയല്ല മോനെ. ഇത് കേട്ട് സ്വഹാബ ഒന്നടങ്കം കരയാൻ തുടങ്ങി. കാരണം കരഞ്ഞത് മിർബാറായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചത് ഒരു മനുഷ്യർ മാത്രമല്ല, ജീവനില്ലാത്ത വസ്തു പോലും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചുവെങ്കിൽ നമ്മൾ എല്ലാവരും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കൽ നിർബന്ധിതരാണ്. മദീനയുടെ മണൽ പെരുപ്പിൽ മാലോകരയുടെ മാനസാന്ദ്രത്തിലേക്ക് മാനവിപ്ലവം ചേർത്ത് കൊടുത്ത വിശ്വപ്രവാചകൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അറിയുമോ? ഖുർആനിൽ യാ ആദം, യാ ഈസ, യാ മൂസ എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന് അള്ളാഹു വിളിച്ചു പറഞ്ഞിട്ടില്ല. അത്രയ്ക്കും സ്നേഹം അള്ളാഹു തന്റെ ഹബീബിനോട് ഉണ്ടായിരുന്നു. അതല്ലേ ഒരു ദിവസം ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അങ്ങോട്ട് പോകാൻ ഇറങ്ങിയ ഈസാ നബി അലൈഹി സ്വലാമിനെ അനുയായികൾ തടഞ്ഞു. അങ്ങോട്ട് പോകല്ല നബിയെ, അത് തെറ്റു മാത്രം ചെയ്ത് ജീവിച്ച മനുഷ്യനാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഈസാ നബിയോട് പറഞ്ഞു, അങ്ങോട്ട് പോകണം. കാരണം അന്നത്തെ ദൈവിക ഗ്രന്ഥമായ തൗറാത്ത് പാരായണം ചെയ്യുമ്പോഴൊക്കെ അഹ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ ആ പേരിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആ പേരിനെ ചുംബിക്കുമായിരുന്നു. ആ ഒട്ടകരണത്താൽ ജീവിതത്തിൽ തെറ്റ് മാത്രം ചെയ്ത് ജീവിച്ച മനുഷ്യർക്ക് അള്ളാഹു സ്വർഗ്ഗം നൽകുമെങ്കിൽ അള്ളാഹു അവന്റെ ഹബീബിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ ഉറ്റ ശത്രുവായ അബൂ ജഹൽ പോലും പറഞ്ഞിട്ടുണ്ട്, അനുയായികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് പോലെ ഒരു അനുയായികളും തന്റെ നേതാവിനെ സ്നേഹിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അതിനെ നമ്മൾ എല്ലാവരും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരാകണം. കഴിയുന്നത്ര സലാത്തുകൾ ചൊല്ലണം. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാട് സലാത്തുകൾ ചൊല്ലണം. അള്ളാഹുവേ, നിന്റെ ഹബീബിനെ
സ്നേഹിക്കുന്നവർ നമ്മളിനെ ഉൾപ്പെടുത്തണമേ എന്നതുപോലെ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിക്കുന്നു. ആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Next and last, Fahad on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഗുരുനാഥന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃപയുടെയും കാരുണ്യത്തിൻ്റെയും പര്യായപദം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാദ്യം നാഥനായ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, 6-ാം നൂറ്റാണ്ടിൽ അന്ധകാരത്തിൽ അറേബ്യയുടെ തെരുവീതികൾ മദ്യവും പെണ്ണും ആഘോഷമാക്കി ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിച്ചിരുന്ന ഒരു സമൂഹത്തെ അറിവും സംസ്കാരവും നൽകി പരിവർത്തിപ്പിച്ചെടുത്ത വിശുഗുരുവാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാവിൻ്റെ അന്തരങ്ങളിൽ ആധ്യാത്മികതയുടെ അമരത്തിരുന്ന് മാലോകരുടെ മനതലങ്ങളിൽ മാണിക്യ കൊട്ടാരം തീർത്ത ആ ഹബീബിൻ്റെ സ്നേഹലോകം പ്രവിശാലമാണ്. തൗഹീദിനെ സംസ്ഥാപനമായി നിരൂപിച്ചെടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ ആവശ്യമായ സർവ്വതല സ്പർശിയും ഒരു മാർഗരേഖ വരച്ചു കാണിച്ചാണ് നമ്മളിൽ നിന്ന് കടന്നു പോയത്. കേവലം 23 വർഷം കൊണ്ട് അല്യൗമക്കും മിത്ലുക്കും ദീനക്കും വാത്തും തഅലൈക്കും നിഅമതി വറദിയതുലക്കും വഇസ്ലാം മദീന എന്ന് ഉച്ചത്തിൽ ലോകത്തോട് പ്രഖ്യാപിക്കാൻ അവിടുന്ന് സാധിച്ചു. ഈ ഒരു പ്രഖ്യാപനം നടന്നപ്പോൾ വർഷങ്ങളോളം തൻ്റെ പിന്നിൽ നടന്ന ശത്രുക്കൾ നബിക്ക് മുമ്പിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. എന്തായിരിക്കും നമുക്ക് ശിക്ഷ എന്ന് ഭയന്നു നിൽക്കുന്നവരോട് അവിടുന്ന് പറഞ്ഞു, അന്തും തുലക, നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങൾ സ്വതന്ത്രരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് കാണിച്ച സ്നേഹ സമീപനത്തിന്റെ തിളക്കമാർന്ന ഒരു ചീന്ത് മാത്രമാണിത്. ശത്രുക്കളുടെ പരിഹാസരങ്ങളിൽ നിന്നും ആശ്വാസത്തിന്റെ തണൽ തേടിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മാതാവിന്റെ ഭൂമിയിലെത്തിയപ്പോൾ സഖീഫ് ഗോത്രത്തിന്റെ ഭാഗത്തു നിന്നും ചില ദാരുണ്യമായ സംഭവങ്ങൾ ഉണ്ടായി. തായിഫിന്റെ ചോലയിൽ വിഷമത്തോടെ ഇരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ആശ്വാസത്തിന്റെ തന്നലായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചു, ഓ നബിയെ, അങ്ങ് സമ്മതം നൽകുകയാണെങ്കിൽ ഈ കാണുന്ന അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ ഇടയിൽ വെച്ച് ശത്രുക്കളെ തീർത്തു കളയാം. കാലിൽ നിന്ന് രക്തമൊലിച്ചിട്ടും ആക്ഷേപങ്ങളെ കോരി ചുരിഞ്ഞിട്ടും അവിടുന്ന് പറഞ്ഞ മറുപടി വേണ്ട എന്നായിരുന്നു. ശത്രുക്കളോട് പോലും മാപ്പ് നൽകിയത് അവിടുന്ന് കാണിച്ച സ്നേഹ സമീപനത്തിന്റെ ഒരു ഉദാഹരണമാണ്. അക്രമങ്ങളുടെയും ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും പിന്നാമ്പുറ പരിശോധിച്ചു നോക്കിയാൽ മദ്യം ഒരു വില്ലനായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക ഭരണ സംവിധാനങ്ങൾ ലഹരി വസ്തുക്കൾ ലഹരിയെ നിയന്ത്രിക്കാൻ സർവ്വാട്ടവുമായി പരാജയപ്പെടുമ്പോൾ ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അജ്ലാം റിജ്സും മിൻ അമലി ശൈത്താനി ഫതുൻഹിബു ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന പ്രഖ്യാപനത്തോടെ സമ്പൂർണ്ണ ലഹരി മുക്ത സമൂഹമായി തൻ്റെ ജനതയെ പരിവർത്തിപ്പിച്ചെടുക്കാൻ നബിയുടെ അധ്യാപനങ്ങൾക്ക് സാധിച്ചു. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായ പുരുഷൻ സ്വന്തം ഉമ്മയെ കൊടുവാൾ കൊണ്ട് കൊലപ്പെടുത്തി. ഈ ഒരു കൊലപാതകത്തിൻ്റെയും ചാലശക്തി ലഹരിയാണെന്ന് നമ്മൾ പത്രങ്ങളിലൂടെ മനസ്സിലാക്കി. ഒരു കച്ചവട സ്ഥാപനത്തെ സന്ദർശിക്കവേ അവിടുന്ന് ശ്രദ്ധിച്ച കാര്യം ഇങ്ങനെയായിരുന്നു വിഷയപ്പെടുത്തിയത്, മനഹർഷിന വലീസുമിന്ന, ഉപഭോക്താവിനെ കബളിപ്പിച്ച് കച്ചവടം ചെയ്യുന്ന നമ്മിൽപ്പെട്ടവനല്ല. ഈ ഒരു അധ്യാപനം ഉപഭോക്താവിനോടുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹദർശനമാണ്. ഇത്തരം അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം അസ്സലാമു അലൈക്കും. ഇതോടെ കൂടെ മിഡ്സോൺ വിഭാഗത്തിൻ്റെ സ്പീച്ച് മലയാളം സമാപിച്ചിരിക്കുന്നു. വേദിയിൽ ഹൈസോൺ വിഭാഗത്തിൻ്റെ മലയാളം സ്പീച്ച് മത്സരം ആരംഭിക്കാനിരിക്കുന്നു. പേര് നൽകിയ വിദ്യാർത്ഥികൾ അയാൻ ഹിദാഷ് എത്രയും പെട്ടെന്ന് ഗ്രീൻ റൂമിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അയാൻ ഹിദാഷ്.
മത്സരം ആരംഭിക്കുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട്. ഇൻഷാല്ലാ അതിനു മുമ്പ് ആദം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഇൻഷാല്ലാ ഒരു ചെറിയ സ്പീച്ച് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അസ്സലാമലൈക്കും. ഞാനവിടെ കുഞ്ഞിക്കഥയാണ് പറയാൻ പോകും. കുറേ ആൾ ശത്രുവായി നബിയെ കൊല്ലാൻ തീരുമാനിച്ചു. എന്നിട്ട് എല്ലാവരും നബിയുടെ വീടിൻ്റെ ചുറ്റും നിന്നു. നബി അത് കണ്ട് അമ്മാബാദ്. ബഹുമാനവും ആദരം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റും എൻ്റെ ശബ്ദം ക്ഷണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈ സുന്ദരമായ കലം വേദികയിൽ നിങ്ങൾക്ക് മുമ്പ് എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് സംസാരിക്കാൻ നാഥൻ തൗഫീക്ക് നൽകിയതിന് ഞാൻ ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മൾ കാരണം ഒരുപാട് നന്മകൾ ഉണ്ടാകണം, നമ്മൾ കാരണം ഒരുപാട് നന്മകളുടെ തുടക്കക്കാരാകണം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം നാളെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മളുടെ ഖബറിലേക്ക് നമ്മൾ ചെയ്ത നന്മകളുടെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നാൽ ഒരിക്കൽ ഒരു വിദ്യാർത്ഥി കൂട്ടം അവരുടെ പണി എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിൽ നടക്കുന്ന കല്യാണത്തിൽ കല്യാണ ചെറുക്കനെ എന്തൊക്കെ പണി കൊടുക്കാൻ കഴിയുമോ അതൊക്കെ അവർ കൊടുക്കുമായിരുന്നു. എന്നാൽ അവർ കല്യാണ വീട്ടിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ ചർച്ചയിലായിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പനെ കാൾ വന്ന് അവർ ഓഡിറ്റോറിയമിൻ്റെ പുറത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതാ ചെറുക്കനെ കാണുന്നു. ഒരു 60 വയസ്സുള്ള ഒരു വലിയുമ്മ, മറ്റും ഒരു 6 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി കല്യാണ വീടിൻ്റെ പന്തലിൻ്റെ അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ തൻ്റെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരെന്തെ കല്യാണ വീട്ടിലേക്ക് കയറാനുള്ള വഴി അറിയാത്ത കൊണ്ടാണോ അല്ലെങ്കിൽ കല്യാണ വീട് മാറി വന്നതാണോ എന്ന് വിചാരിക്കുകയാണ്. അവരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഓ അമ്മേ, അങ്ങ് എന്താണ് കയറാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഓ മോനെ, എന്നെ ആരും ഈ കല്യാണത്തിൽ ക്ഷണിച്ചിട്ടില്ല, എന്നെ ആരും ഈ കല്യാണത്തിൽ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ഇവനിക്കാണെങ്കിലോ ഇവൻ്റെ ഉപ്പയുടെ 2 കിഡ്നിയും നഷ്ടപ്പെട്ട് കിടപ്പിലാണ്. ഇവനാണെങ്കിലോ 3 നേരത്ത് ഒരു നേരമെങ്കിലും ബിരിയാണി കഴിക്കണമെന്ന വാശിയിലാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വല്ലതെന്നോ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മോനെ എന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഓ അമ്മേ, അങ്ങേ ആരാണ് ക്ഷണിക്കാത്തത്? ഞാൻ അങ്ങയെ ക്ഷണിക്കുന്നു, വരൂ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയെ ഭക്ഷിപ്പിക്കുകയാണ്. ഭക്ഷിപ്പിച്ചതിന് ശേഷം ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ഓ മോനെ, നിനക്ക് ഐസ്ക്രീം വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഐസ്ക്രീം കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് കാണുന്ന സന്തോഷം ആ ചെറുപ്പക്കാരന് വളരെ സന്തോഷം തോന്നി. പിന്നീട് അവരെ സന്തോഷത്തോടെ യാത്രയാക്കി. പിന്നീട് ആ ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് ചെന്നു. അവിടെ നോക്കുമ്പോൾ ഇനി 2 ചെമ്പ് ബിരിയാണി ബാക്കിയുണ്ടാവുകയാണ്. അവരുടെ കൂട്ടുകാര് ഇന്ന് ആ ചെറുക്കനെ എന്തൊക്കെ പണി കൊടുക്കാൻ കഴിയുമോ അതിനെല്ലാം ചർച്ചയിലാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ അവരുടെ കൂട്ടുകാരൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഓ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് ചർച്ചിക്കേണ്ടത് അതല്ല, ഇവിടെ ബാക്കിയാകിരുന്ന ഭക്ഷണം ആയിരക്കണക്കായി പട്ടിണി കിടന്ന ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുകയാണ്. പിന്നീട് ആ ചെറുപ്പക്കാരൻ ഭക്ഷണവുമായി ആ വല്യമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വല്യമ്മ വാതിൽ തുറന്ന് വളരെ സങ്കടത്തോട് വാതിൽ തുറക്കുകയാണ്. പിന്നീട് അതാ ചെറുപ്പക്കാരനെ കാണുന്നു. 2 കുട്ടികൾ അവിടെ ഇരുന്ന് കരയുന്നത്. അത് ആ കുട്ടിയുടെ അനുജന്മാരാണ്. കാരണം ആ കുട്ടി താ കഴിച്ച ഭക്ഷണത്തിൻ്റെ കഥ അവരുടെ അനുജന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട അവരുടെ അനുജന്മാർ
എനിക്കും ബിരിയാണി കഴിക്കണം എന്ന വാശിയിലുണ്ടായിരുന്നു. അതിൻ്റെ കൊതിയിൽ അവരും ഇങ്ങനെ കരയുന്നുണ്ടായി. അപ്പോൾ ആ ചെറുപ്പക്കാരൻ അവരിലേക്ക് ഭക്ഷണം എത്തിച്ചപ്പോൾ ആ അമ്മയുടെ മുഖത്ത് കാണുന്ന സന്തോഷമുണ്ടല്ലോ, അത് വല്ലാത്ത സന്തോഷമാണ്. പ്രിയമുള്ളവരെ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കിട്ടുന്ന ലൈക്കുകളേക്കാൾ ആയിരക്കണക്കായ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ കിട്ടുന്ന ലൈക്കുകളാണ് ഏറ്റവും വലിയത് എന്ന് അവർ അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരന്മാർ അവിടെ തീരുമാനിക്കുകയാണ്, ഇനി ഈ നാട്ടിൽ കല്യാണം നടന്നാൽ കല്യാണത്തിൽ ബാക്കിയാകുന്ന ഭക്ഷണം പാവപ്പെട്ടവരിലേക്ക് ഞങ്ങൾ എത്തിക്കുമെന്ന തീരുമാനത്തിലായിരുന്നു അവർ. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞങ്ങൾ റീൽസ് ഇട്ടുകൊണ്ട് സമയം ചെലവഴിക്കുന്നതേക്കാൾ ആ സമയത്ത് പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരിലേക്ക് ഞങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നമുക്ക് വേണ്ടി അവർ ദുആ ചെയ്യുന്നുണ്ടല്ലേ, അതാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് അവർ പറയുകയാണ്, അവസാനമായി ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, പണ്ടൊക്കെ കല്യാണം നടക്കുമ്പോൾ ഞങ്ങളെ ആരും ക്ഷണിക്കൂല, ഇപ്പോൾ കല്യാണം നടന്നാൽ ആദ്യം ഞങ്ങളെയാണ് ക്ഷണിക്കുന്നത്. കാരണം അവിടെ മീതിയാകുന്ന ഭക്ഷണം പാവപ്പെട്ടവരിലേക്ക് ഞങ്ങൾ എത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ നമ്മളും വലിയ വലിയ നന്മയിലേക്ക് നമ്മളും ചെലുത്തണം. എന്നാൽ ഇപ്പോൾ തൊട്ടടുത്തുണ്ടായ ഒരു സംഭവത്തിൽ അമേരിക്കയുടെ നടി, ഒരു സിനിമാ നടി, അവൾ തൻ്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ പറയുകയാണ്, ഫലസ്തീനിൻ്റെ മക്കള് തീരെ മുന്നേറ്റത്തിൻ്റെ പിന്നിൽ ഒരു മിസ്മരകം, ഒരു മാസ്ക്രമായ ശക്തിയുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം 12 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിക്ക് വയറ് കീറി ശസ്ത്രക്രിയ നടത്തണം. എന്നാൽ ഫലസ്തീനിയുടെ ഹോസ്പിറ്റലിൽ ആ കുട്ടിക്ക് വേദനത്തിനെ സഹിക്കാനുള്ള ഒരു പെയിൻ കില്ലർ പോലും ഫലസ്തീനിൻ്റെ ഹോസ്പിറ്റലിലില്ല. പിന്നെയാണല്ലോ അനസ്തേറ്റിക് മെഡിസിൻ ഫലസ്തീനിൻ്റെ ഹോസ്പിറ്റലിൽ ആ കുട്ടിക്ക് വേദന തടയാനുള്ള പെയിൻ കില്ലർ പോലും ഇല്ലാത്ത ആതുരാലയത്തിൽ, ഇരുട്ടുമൂടി കിടക്കുന്ന ഫലസ്തീനിൻ്റെ ആതുരാലയത്തിൽ 4 ഘട്ടങ്ങളുടെ 4 ചുവന്നുകളുടെ ആ കുട്ടിയുടെ വയറ്റിൽ ശസ്ത്രക്രിയയുടെ ആയുധം ആരോഗ്യ വിദഗ്ധൻ വെക്കുമ്പോൾ ആ കുട്ടി വേദന സഹിക്കാതെ ഇങ്ങനെ നിറവിളിക്കുകയാണ്. ആ കുട്ടി വേദന സഹിക്കാതെ നിറവിളിക്കുകയാണ്. അപ്പോൾ ആ 40 വയസ്സുള്ള ആരോഗ്യ വിദഗ്ധൻ പറയുകയാണ്, ഓ മോനെ, നിന്റെ വേദന സംഹാരി അത് ഖുർആനാണ്, നീ ഖുർആനിനെ ഉറവിടുക എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി വലതും ഇടതും ഒന്നും നോക്കാതെ തനക്ക് മനപ്പാടമായ അള്ളാഹുവിൻ്റെ സുന്ദരമായ ഖുർആനിൻ്റെ വചനങ്ങളെ മധുര മനോരഞ്ജനമായി ഉറവിടുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ വേദന പമ്പ കടന്നു. ആ കുട്ടിയുടെ വേദന മാറി. ഓപ്പറേഷൻ അവിടെ പൂർത്തീകരിച്ചു. മറ്റൊരു സ്ഥലത്ത് ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, സഹോദര സഹോദരിമാർ മരിച്ചു പോയിട്ടുണ്ട്, ആ കുട്ടിയുടെ വീട് തകർന്നു പോയിട്ടുണ്ട്, കൃഷിയിടം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി ആ കുട്ടി ഒറ്റക്കാണ്. ആ 10 വയസ്സുള്ള കുട്ടി ഒറ്റക്കാണ്. ഗസയുടെ മണലാറമ്പത്ത് ഇങ്ങനെ ഒറ്റക്ക് നടന്നു പോകുമ്പോൾ അൽ ജസീറ ചാനലുടെ പ്രതിനിധി അവിടെ വന്ന് ചോദിക്കുകയാണ്, ഓ കുട്ടിയെ, ഇസ്രയേലുടെ ബോംബ് മല ഇങ്ങനെ സ്പർശിക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിന്റെ ഉമ്മ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി കൊടുത്ത മറുപടി ഉണ്ടല്ലോ, എൻ്റെ ഉമ്മ പുതിയ വസ്ത്രം ധരിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ യാത്രയിലാണ് എന്ന് ആ കുട്ടി പറയുകയാണ്. പിന്നീട് അങ്ങയുടെ ഉപ്പ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതാ മലയോളം ഉയരമുള്ള കെട്ടിടം തകർന്നു കിടക്കുന്നില്ലേ, അതിൽ എൻ്റെ വീടും തകർന്നു കിടക്കുകയാണ്. അതിൽ കണ്ടെത്താൻ കഴിയാത്ത എൻ്റെ ഉപ്പയുടെ ജനാസ ഉണ്ട്, അതിൽ കണ്ടെത്താൻ കഴിയാത്ത എൻ്റെ ഉപ്പയുടെ മയ്യത്തുണ്ട് എന്ന് ആ കുട്ടി പറയുകയാണ്. ഇത് കേട്ട അൽ ജസീറ ചാനലുടെ പ്രതിനിധി വിറച്ചു പോവുകയാണ്. പിന്നെ ചോദിക്കുകയാണ്, എടാ മോനെ, നിന്റെ ഉപ്പ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നിന്റെ ഉമ്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നിന്റെ വീട് തകർന്നു പോയിട്ടുണ്ട്, പിന്നെ എങ്ങനെടാ നീ പിടിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ്, ആ കുട്ടി ഒരു സുന്ദരമായ ആയത്ത് ഓതി കൊടുക്കുകയാണ്. വന്നബലുക്കും من شيخ بالثمرات ونقص
മിനൽ ഔവാലി വഅൻഫുസിഹിം ബിസ്സമറാത്ത് വബശ്ശിരീ ഖാഫ് എന്ന ഒരു ഖുർആൻ ആയത്ത് ഓതി കൊടുക്കുകയാണ്. പിന്നീട് പറയുകയാണ്, ഓ അടിമകളെ, നിങ്ങളെ ഞാൻ പരീക്ഷിക്കാം, നിങ്ങളെ ഞാൻ ഭയം കൊണ്ട് പരീക്ഷിക്കാം, നിങ്ങളെ ഞാൻ പേടി കൊണ്ട് പരീക്ഷിക്കാം, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കാം. എന്നാൽ നിങ്ങളുടെ സ്വത്തുകൾ നഷ്ടപ്പെട്ടു പോയേക്കാം, നിങ്ങളുടെ ഉടയവൻ്റെയും ഉറ്റവരും നഷ്ടപ്പെട്ടു പോയേക്കാം, നിങ്ങളുടെ കൃഷിയിടവും നഷ്ടപ്പെട്ടു പോയേക്കാം. എന്നാലും അള്ളാഹു നബിയോട് പറയുകയാണ്, ഓ നബിയേ, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് പറയുകയാണ്. ആ കുട്ടി പറയുകയാണ്, ഈ ഖുർആൻ ആയത്ത് കൊണ്ടാണ് നാം പിടിച്ചു നിൽക്കുന്നത് എന്ന്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ അമേരിക്കയിലെ ആ നടി, ആ സിനിമാ നടി പറയുകയാണ്, ഫലസ്തീനിലെ ഉമ്മമാരും ഉപ്പമാരും ചെറിയ കുട്ടികൾ പോലും അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു പോയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. പിന്നീട് ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആനിനെ പരിശോധിച്ച് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആ ഖുർആൻ എന്നെ കൊണ്ട് എത്തിച്ചത് ദീനിൻ്റെ മാർഗത്തിലേക്കാണെന്ന് പറയുകയാണ്. പിന്നീട് ഫേസ്ബുക്ക് ലൈവിലൂടെ ആയിരക്കണക്കായ അഭിമാനികളുടെ മുമ്പിൽ ഒരു മടിയുമില്ലാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം, ഇതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ശക്തി. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് നല്ല വസ്ത്രം നൽകിയിട്ടുണ്ട്, നല്ല ഭക്ഷണം നൽകിയിട്ടുണ്ട്. എന്നാലും ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹം കഴിയുന്നില്ല, ഇനിയും വേണമെന്ന ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും ഇനി ഒരുപാട് കാലം ജീവിക്കുന്നെന്ന വിശ്വാസത്തിലാണ്. എന്നാൽ ഞങ്ങൾ ബർത്ത്ഡേയുടെ ഡേറ്റ് നോക്കി ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ്. ബർത്ത്ഡേയുടെ ഡേറ്റ് നോക്കി ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ്. ബർത്ത്ഡേയുടെ ഡേറ്റ് നോക്കി കൂട്ടുകാരിക്ക് എന്താണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്, കൂട്ടുകാരൻ എന്താണ് കൊടുക്കേണ്ടത്, ഉപ്പമാർക്ക് എന്താണ് കൊടുക്കേണ്ടത്, ഉമ്മമാർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ഗിഫ്റ്റിൻ്റെ മഹത്വത്തിൻ്റെ മേലിലാണ് നമ്മളെല്ലാവരും. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റിൻ്റെ പൈസ എത്രയാണെന്ന് ചോദിച്ച് ആരും ചർച്ചിക്കൂല. ആ ഗിഫ്റ്റിൻ്റെ ക്വാളിറ്റി ഏതാണെന്ന് ചോദിക്കൂല. ആ ഗിഫ്റ്റിൻ്റെ ക്വാളിറ്റി ഏതാണ് ചോദിക്കൂല. ആ ഗിഫ്റ്റിൻ്റെ കളർ ഏതാണ് ചോദിക്കൂല. ആയിരക്കണക്കായ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത വലിയ വലിയ ലൈറ്റ് ഇരിക്കുന്ന ടെക്സ്റ്റൈൽസിലല്ല ആർഡർ ഗിഫ്റ്റ് വാങ്ങലേ. നമ്മളെ നാട്ടിൽ സാധാരണ കടയിൽ വച്ച് വിൽക്കുന്ന കഫം തുണിയാണ് ആ ഗിഫ്റ്റ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും നാളെ ആ 3 കഷ്ണ കഫം തുണിയിൽ പൊതിയുമ്പോൾ 2000 രൂപയുടെ മുകളിൽ വാങ്ങിയ പാൻറ്റുകളും ഷർട്ടുകളും അലമാരയിൽ ഇങ്ങനെ കുവിച്ച് നിൽക്കുമ്പോൾ ഏതൊരു ഉപ്പവും ഏതൊരു ഉമ്മവും പറയൂല, എൻ്റെ മോനെ അവൻ്റെ ഇഷ്ടപ്പെട്ട കളറിലാണ് പൊതിയേണ്ടതെന്ന്. ആരും പറയുകയില്ല. എന്നാൽ നീ ജോറിൽ കൊണ്ട് നടക്കുന്ന നിന്റെ മൊബൈൽ നിന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോകും, നീ കെട്ടിരിക്കുന്ന വാച്ച് നിന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോകും, നീ ഇട്ടിരിക്കുന്ന മാലകൾ നിന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോകും. അവസാനമായി നീ 3 കഷ്ണ തുണിയിലാണ് മണ്ണിലേക്ക് പോകുന്നത്. അതുപോലെ ഒരു ചെറുക്കനേട് ഉപ്പ മറിച്ച് പോയിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന വയസ്സന്മാർ പറയുകയാണ്, ആ കുട്ടിയെ ആ ഉപ്പയുടെ മയ്യത്ത് നോക്കാൻ നീ അനുവദിക്കരുത്. ആ കുട്ടി തൻ്റെ ഉപ്പാൻ്റെ മയ്യത്ത് നോക്കി അവിടെ പേടിച്ചു പോകും എന്ന് അവർ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മരണം നീ സന്തോഷത്തിലാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങളെല്ലാവരുടെയും മരണം കാമിലായ രൂപത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനും ഇതുപോലെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാനും നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഹൈസോൺ വിഭാഗത്തിൻ്റെ മലയാളം സ്പീച്ച് കോമ്പറ്റീഷൻ തുടരുന്നു.
Next, Hidash on the stage. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മീലാദുൻ നബി സമുചിതമായി കൊണ്ടാടുന്ന ഈ വേളയിൽ സ്നേഹിക്കാൻ നമുക്ക് മുത്ത് നബിയെ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ഞാനും സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് മുത്തുനബിയെ പ്രണയിക്കൽ. അതില്ലാത്ത ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ലെന്ന് അവിടുന്ന് തന്നെ നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഒരിക്കൽ മുത്തുനബി പറയുകയുണ്ടായി, സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റുള്ളവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്ന്. മറ്റൊരിക്കൽ ഉമർ തങ്ങൾ നബിയോട് പറയുകയുണ്ടായി, നബിയെ, ഞാൻ എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും സ്നേഹിക്കുന്നത് അങ്ങയെയാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉമറേ, താങ്കളെ ഈമാൻ പൂർണ്ണമായില്ല. ഉടൻ എല്ലാത്തിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഉമർ തങ്ങൾ തിരുത്തിയപ്പോഴാണ് ആ പൊന്നാര നബി പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈമാൻ പൂർണ്ണമായെന്ന്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ സ്നേഹിക്കേണ്ട ആവശ്യകത അവിടുന്ന് തന്നെ നമ്മെ പഠിപ്പിച്ചു തരുന്നു. ആ സുന്ദര വചനത്തെ അനാത്മമാക്കും വിധമാണ് സ്വഹാബത്ത് ജീവിച്ചത്. അവർ എല്ലാത്തിനും ഉപരി മുത്തുനബിയെ സ്നേഹിച്ചു. മുത്തുനബിക്കെതിരെ തിരിഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ സ്വന്തം മാതാപിതാക്കളെ പോലും മതിക്കാൻ തയ്യാറായി അവർ. മാത്രമല്ല, മരണം മുന്നിൽ കണ്ട നിമിഷം മുത്തുനബി അവഹേളിച്ചാൽ രക്ഷയുണ്ടെന്ന ശത്രുക്കളുടെ വാക്കിനെ പുച്ഛിച്ച് തള്ളി സ്നേഹം ഊട്ടിയുറപ്പിച്ചു അവർ. പോരാ, അവിടുത്തെ കാലിൽ ഒരു ചെറുമുള്ളു തെറുക്കുന്നത് പോലും ഞങ്ങൾ സഹിക്കില്ല എന്ന് ചങ്കുട്ടത്തോട് മൊഴിഞ്ഞു. മാത്രമല്ല, മുത്തുനബി വഫാത്തായപ്പോൾ ഇനി അവിടുത്തെ കാണാത്ത കണ്ണെന്തിനെ എന്ന് പറഞ്ഞുകൊണ്ട് 2 കണ്ണും കൊത്തിപ്പൊട്ടിച്ചു. ഇങ്ങനെ നീളുന്നു അവരുടെ സ്നേഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ. സുഹാബികളിൽ പ്രമുഖരായ ഇബ്നു ഉമർ തങ്ങൾ അറിയപ്പെട്ടത് തന്നെ മുത്തബിഉസുന്ന എന്നാണ്, അതായത് തിരിച്ചറിയത്തെ അണിവിടാത്ത് പിൻപറ്റുന്നവർ എന്ന്. അത്രത്തോളം അദ്ദേഹം മുത്തുനബി അനുകരിച്ചു. അവിടെ നിന്ന് ഇരുന്ന പോലെ, കിടന്ന പോലെ, നടന്ന പോലെ, ഇങ്ങനെ എത്ര സ്നേഹത്താലുകൾ പറഞ്ഞു തീർക്കാനായില്ല അവകൾ. ഇനി താബീങ്ങളിലേക്ക് വന്നാൽ, ഉഹദിൽ മുൻപല്ല് പൊട്ടി ഹബീബിന് വിഷമം വന്ന സമയം തൻ്റെ മുഴുവൻ പല്ലുകളും കൊത്തിപ്പൊട്ടിച്ച ഉവൈസുൽ കർണി തങ്ങളും മുത്തുനബി നടന്ന ഭൂമിയിൽ ചെരുപ്പ് ധരിക്കാത്ത, മൂത്രമൊഴിക്കാത്ത, വാഹനം കയറാത്ത, സീമകളില്ലാത്ത സ്നേഹം കാഴ്ചവെച്ച മാലിക് തങ്ങളും ചേത്തത്താഴുകളിൽ മാങ്ങാത്ത നിലനിൽക്കുന്നു. ഇനി കൈരളിയിലേക്ക് വന്നാൽ കവിതകളിലൂടെയും എല്ലാത്തെയും ഇഷ്കിൻ്റെ ഒട്ടനേകം പ്രതിഭകളുണ്ട്. ആഷിഖും ആരിഫുമായ മമ്പൂരം തങ്ങളും ഇഷ്കിൻ്റെ വരികളാൽ റൗള കവാടം തുറന്ന ഉമർ കാളിയോറും കൈരളിയുടെ ഭൂസൂരിമാരായ ഗുണ്ടൂർ ഉസ്താദും ബാപ്പു ഉസ്താദും ഈ ഗണത്തിൽ എടുത്തു പറയേണ്ട മുത്തുകളാണ്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ആശിക്കീങ്ങൾ രക്ഷാമാർഗമായി കണ്ടത് മുത്തുനബിയെ പ്രണയിക്കലാണ്. അവിടുന്ന് തന്നെ പറഞ്ഞല്ലോ, ഒരാൾ ആരെ പ്രിയം വെച്ചോ നാളെ അവരോട് കൂടിയാണ്. സ്നേഹിക്കപ്പെടേണ്ടവരുടെ മുഴുവൻ വിശേഷണങ്ങളും ഒത്തിണങ്ങിയവരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവവും സൗന്ദര്യവും മറ്റെല്ലാം കൊണ്ടും. അതിനാൽ അവരോടൊന്നിച്ച് സ്വർഗീയ സുഖവും അവിടുത്തെ തൃക്കൈ കൊണ്ട് ഹൗദുൽ കൗസർ നേടിയെടുക്കണമെങ്കിൽ അവരെ സ്നേഹിച്ചേ പറ്റൂ. അതുകൊണ്ട് അവരുടെ മദ്ഹുകൾ പാടിയും പറഞ്ഞും രചിച്ചും കുറിച്ചും എല്ലാത്തിനും ഉപരി അവിടുത്തെ ജീവിതക്രമത്തെ അണിവിടാതെ പിന്തുടരാനും അനുരായികൾ ജീവിച്ച സുന്ദര സനിയിൽ നാം മുന്നേറുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. എന്നാത്മമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടെ ഹൈസോൺ വിഭാഗത്തിന്റെ സ്പീച്ച് മത്സരം സമാപിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വേദിയിൽ മിഡ്സോൺ വിഭാഗത്തിന്റെ മലയാളം സോങ് മത്സരം ആരംഭിക്കുന്നു. മുഹമ്മദ് ഹാത്തിബ്, മുഹമ്മദ് മിൻഹാജ്, സാബിത്ത്, ഫഹദ് എത്രയും പെട്ടെന്ന് ഗ്രീൻ റൂമിലേക്ക് ബന്ധപ്പെടേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് മത്സരം ആരംഭിക്കുന്നു. മിഡ്സോൺ വിഭാഗത്തിന്റെ മലയാളം സോങ്. വേദിയിൽ മുഹമ്മദ് ഹാത്തിബ് ഓൺ ദി സ്റ്റേജ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറേ മൗലാ മൗലാ മേരെ ആका, നൂറേ മൗലാ മൗലാ സബ്സെ ആല, നൂറേ മൗലാ മൗലാ മേരെ ആका, നൂറേ മൗലാ മൗലാ സബ്സെ ആല, ഖാതിമുൻ നബിയേ റസൂലേ ഖാലിഖിൻ നിദിയേ ഹബീബേ, ഖാതിമുൻ നബിയേ റസൂലേ ഖാലിഖിൻ നിദിയേ. ലോകരൊന്നാകെ പുകളോതും തിരുദൂതരെ, ലോകരൊന്നാകെ പുകളോതും തിരുദൂതരെ, അകലെ പുണ്യമദീനത്ത് അകതാരിന്നാശ്രയമുറ്റത്ത്, അകലെ പുണ്യമദീനത്ത് അകതാരിന്നാശ്രയമുറ്റത്ത്, വാഴും അനുരാഗത്തികവാർന്ന നൂറേ സലാം, ഖാതിമുൻ നബിയേ റസൂലേ ഖാലിഖിൻ നിദിയേ ഹബീബേ, ഖാതിമുൻ നബിയേ റസൂലേ ഖാലിഖിൻ നിദിയേ. ജമാൽ ഹുദാ മുസ്തഫ, ജമാൽ ഹിദാ മുസ്തഫ, ജമാൽ ഹുദാ മുസ്തഫ, ജമാൽ ഹിദാ മുസ്തഫ. ഇത് താരം ഇതിഹാസം ഈ റസൂലിൻ നിലാവതലങ്കാരം, ഈമാനിൻ നിറസാക്ഷ്യം ഇന്ന റൗള ശരീഫിൻ ചമൽക്കാരം, അന്ന ഉമ്മുൽ ഖുറാവിനിൽ വാർന്ന ദീപം, ഊതാത്ത വേദം പകർന്നൂട്ടി ബോധം, അന്ന ഉമ്മുൽ ഖുറാവിനിൽ വാർന്ന ദീപം, ഊതാത്ത വേദം പകർന്നൂട്ടി ബോധം. ആരംഭമേ അലിവിൻ രൂപമേ, ആരംഭമേ അലിവിൻ രൂപമേ, അഹ്മദ് മുഹമ്മദ് മേരി മൗലാ നബി, ഖാതിമുൻ നബിയേ റസൂലേ ഖാലിഖിൻ നിദിയേ ഹബീബേ, ഖാതിമുൻ നബിയേ റസൂലേ ഖാലിഖിൻ നിദിയേ. അകമേ തിരയൂ കതിരേ അതിനായകലും പതിരേ, കഴുകൂ കനവും നിറവേ, കനിവായി തഴുകും കുളിരേ, അകമേ തിരയൂ കതിരേ കനിവായകലും പതിരേ, കഴുകൂ കനവും നിലവേ, കനിവായി തഴുകും കുളിരേ. ഗുണപാഠം കൊല്ലുമീ ഗുരുമേന്മ ചൊരുക്കുന്നു, ഗതിസാര ജന്നത്തിൻ സൗഭാഗ്യമൊരുക്കുന്നു, ആറ്റേണം തിന്മ വിചാരം പോറ്റേണം നന്മ വിശാലം, കൂടാനായി സർവസുഖങ്ങൾ ഒരുങ്ങണ സുരലോകം. ഖാതിമുൻ നബിയേ റസൂലേ ഖാലിഖിൻ നിദിയേ ഹബീബേ, ഖാതിമുൻ നബിയേ റസൂലേ ഖാലിഖിൻ നിദിയേ. അസ്സലാമു അലൈക്കും. Next, Sabits on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൗത്ത് വരും മുൻപാമുഖം കണ്ടൻ ആശയ കേട്ടണം പിരിയോണേ, മലകുൽ മൗത്തൻ റൂഹ് പിടിക്കും മുമ്പ് മദീന കാട്ടിടണേ, മനസ്സിൻ കിബിലയിലെത്താറുൽ കൊതി വീട്ട് പരരായവനെ, മഹബൂബിൻ തിരുഗേഹം കണ്ടൻ അകതാരിൽ കുളിരേകിടണേ, നന്മയിലെന്ന് നയിക്കൊള്ള ഗുണം നൽകണയാ
ശാശ്വതമാക്കണം യാ അല്ലാ. യാ റസൂലല്ലാ മുത്തേ യാ ഹബീബല്ലാ യാ സഫിയല്ലാ ഹക്കേ യാ നജിയല്ലാ യാ നജിയല്ലാ യാ നജിയല്ലാ. മൗത്ത് വരും മുൻ ബാമുഖം കണ്ടൻ ആശയ കേട്ടണം പിരിയോണേ. മലകുൽ മൗതൻ റൂഹ് പിടിക്കും മുമ്പ് മദീന കാട്ടിടണേ. മനസ്സിൻ കിബിലയിലെത്താറുൽ കൊതി വീട്ടി പരരായവനെ. മെഹബൂബിൻ തിരുഗേഹം കണ്ടൻ അകതാരിൽ കുളിരേകിടണേ. ബിഹരാജൻ അമ്പരമേറി അമ്പവൻ മുമ്പിലടഞ്ഞവരെ. മിന്നിൻ വേഗതയുള്ള ബുറാക്കിൽ അത്ഭുതം കണ്ടൻ കനിവോരെ. മിസ്ബാവുൽ ഹക്കായ ഹബീബെ നാല് ശുപാർശകരായവരെ. മിസ്ബാവുൽ ഉലമായ പൊരുളെ ഹൗലുൽ കൗസർ നൽകിടണേ. മിഹരാജൻ അമ്പനമേറി അമ്പവൻ മുമ്പിലടഞ്ഞവരെ. മിന്നിൻ വേഗതയുള്ള ബുറാക്കിൽ അത്ഭുതം കണ്ടൻ കനിവോരെ. മിസ്ബാവുൽ ഹക്കായ ഹബീബെ നാല് ശുപാർശകരായവരെ. മിസ്ബാവുൽ ഉലമായ പൊരുളെ ഹൗലുൽ കൗസർ നൽകിടണേ. നന്മയിലെന്ന് നയിക്കല്ലാ ഗുണം നൽകണേ യാ റഹ്മാനല്ലാ. നബിയോടുള്ള മുഹബ്ബത്തിൻ ശാശ്വതമാക്കണം യാ അല്ലാ. യാ റസൂലല്ലാ മുത്തേ യാ ഹബീബല്ലാ യാ സഫിയല്ലാ ഹക്കേ യാ നജിയല്ലാ യാ നജിയല്ലാ യാ നജിയല്ലാ. മൗത്ത് വരും മുൻ ബാമുഖം കണ്ടൻ ആശയ കേട്ടണം പിരിയോണേ. മലകുൽ മൗതൻ റൂഹ് പിടിക്കും മുമ്പ് മദീന കാട്ടിടണേ. മനസ്സിൻ കിബിലയിലെത്താറുൽ കൊതി വീട്ടി പരരായവനെ. മെഹബൂബിൻ തിരുഗേഹം കണ്ടൻ അകതാരിൽ കുളിരേകിടണേ. ആരുകളും കടലായികളും കടനക്കര ഏതാൻ വിധിയുണ്ടോ. ആനറുമേറി മയങ്ങും ആ തിരുജന്നത്തിൽ ഞാൻ എത്തിടുമോ. ആത്മസുഖങ്ങൾക്കായിരുമോതി എന്നോട് മോഹമരങ്ങിടുമോ. ആഖിറം വിജയം നേടാനീ കൊതിദോഷികളിൽ മതിയായിടുമോ. ആരുകളും കടലായികളും കടനക്കര ഏതാൻ വിധിയുണ്ടോ. ആണറുമേറി മയങ്ങും ആ തിരുജന്നത്തിൽ ഞാൻ എത്തിടുമോ. ആത്മസുഖങ്ങൾക്കായിരുമോതി എന്നോട് മോഹമരങ്ങിടുമോ. ആഖിറം വിജയം നേടാനീ കൊതിദോഷികളിൽ മതിയായിടുമോ. നന്മയിലെന്ന് നയിക്കല്ലാ ഗുണം നൽകണേ യാ റഹ്മാനല്ലാ. നബിയോടുള്ള മുഹബ്ബത്തിൻ ശാശ്വതമാക്കണം യാ അല്ലാ. യാ റസൂലല്ലാ മുത്തേ യാ ഹബീബല്ലാ യാ സഫിയല്ലാ ഹക്കേ യാ നജിയല്ലാ യാ നജിയല്ലാ യാ നജിയല്ലാ. മൗത്ത് വരും മുൻ ബാമുഖം കണ്ടൻ ആശയ കേട്ടണം പിരിയോണേ. മലകുൽ മൗതൻ റൂഹ് പിടിക്കും മുമ്പ് മദീന കാട്ടിടണേ. മനസ്സിൻ കിബിലയിലെത്താറുൽ കൊതി വീട്ടി പരരായവനെ. മെഹബൂബിൻ തിരുഗേഹം കണ്ടൻ അകതാരിൽ കുളിരേകിടണേ. നന്മയിലെന്ന് നയിക്കല്ലാ ഗുണം നൽകണേ യാ റഹ്മാനല്ലാ. നബിയോടുള്ള മുഹബ്ബത്തിൻ
റസൂലല്ലാഹ് മുത്തേ യാ ഹബീബല്ലാഹ് യാ സഫിയല്ലാഹ് യാ നജിയല്ലാഹ് യാ നജിയല്ലാഹ് യാ നജിയല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇൻഷാ അല്ലാഹ് ഖവാലിക്കുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് ടീം ഖുറാസാൻ ആൻഡ് ടീം നെഹ്റവാൻ ഖവാലിക്കുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഗ്രീൻ റൂമിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. മത്സരം തുടരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫഹദ് ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹദിലായി പൂത്തൊരു പൂവേ ആലമിൻ നസ്ലിൻ ചേലേ അതിപെങ്കും നൂറിലെങ്ങും മാരുതാ അഹദാരിൽ ഇഷ്കുരുകുന്നൊരു വാരിതാ അഹദോന്റെ അമ്പിലുദിച്ചേ അതു തന്നെ ഭൂവിൽ വിതച്ചേ അലമിൻ്റെ പോരിശ തന്നെ അതേറയാ അലമിൽ ഹിദായത്തേകിയ വെണ്മയാ അഹദിലായി പൂത്തൊരു പൂവേ ആലമിൻ നസ്രിൻ ചേലേ അതിപെങ്കും നൂറിലെങ്ങും മാരുതാ അഹദാരിൽ ഇഷ്കുഴുകുന്നൊരു വാരിതാ ഷജറുകൾ കലമായി ബഹ്റുദുമഷിയെ എഴുതി തീർക്കാൻ കഴിയുകയില്ല ആമത് ഒട്ടും വറ്റുകയില്ല ഷറഫതുമഷിയായി സംസിന്നൊളിവായി അറ്റമതില്ല നൂറിൻ പ്രഭവായി ആറ്റൽ റസൂലിൻ മൽമിയായി ആഗ്രഹമേറും ത്വയ്ബപതി അകലയതെന്നാലും ആശ നിറഞ്ഞിടും എൻ്റെ നിധി ഹൃത്തിലൊതുങ്ങാലും ആഗ്രഹമേറും ത്വയ്ബപതി അകലയതെന്നാലും ആശ നിറഞ്ഞിടും എൻ്റെ നിധി ഹൃത്തിലൊതുങ്ങാനും അഹദിലായി പൂത്തൊരു പൂവേ ആലമിൻ നസ്ലിൻ ചേലേ അതിപെങ്കും നൂറിലെങ്ങും മാരുതാ അഹദാരിൽ ഇഷ്കൊഴുകുന്നൊരു വാരിതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇതോടെ കൂടെ يا خالق الأكوان يا رباه يا واحدا لا نرتجي إلا هو يا من تريح القلب إن ناداك الله يا الله يا الله الله يا الله الله يا الله الله يا الله يا الله صلى الله الله ربنا الله على النور المبين أحمد المصطفى سيد المرسلين صلى الله ربنا على النور المبين أحمد المصطفى سيد المرسلين رمضان تجلى وابتسم طوبى للعبد إذا اغتنما رمضان تجلى وابتسم طوبى للعبد إذا اغتنما أرضى مولاه بما التزم طوبى للنفس
بتقواها رمضان تجلى وابتسما طوبى للعبد إذا اغتنما رمضان زمان الحسنات رمضان زمان البركات رمضان نجان صلوات واسمه من روح لمولى رمضان تجلى وابتسما طوبى للعبد إذا اغتنما أرضى مولاه بما التزما طوبى للنفس بتقواها رمضان تجلى وابتسما طوبى للأرض إذا اغتنما قمر سيدنا النبي قمر سيدنا النبي قمر وجميل سيدنا النبي وجميل وكف المصطفى كالورد نادي الله الله وعطرها يبقى إذا مست أيادي الله الله وعم نوالها كل العباد وعم نوالها كل العباد وعم نوالها كل العباد حبيب الله يا خير البرايا صلوا عليه شافع الأمة بذكر الرسول تشهد الهمة صلوا عليه شافع الأمة بذكر الرسول تشهد الهمة يا ربي بالجاه النبي هذه الغمة يا ربي بجاه النبي هذه الغمة جل الذي سوال يا مصطفى محلى يا مصطفى محلى أنت حبيب الروح روح العزيزة فدا روح العزيزة فدا يا رب العالمين الله الله صل على طه العامين الله الله في كل وقت وحين الله الله إن القلب باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمسلمين الله الله حسبي ربي جل الله 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 ما في قلبي غير الله 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 حسبي ربي جل الله 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 ما في قلبي غير الله 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 مصطفى منبع للصفا سيد الأنبياء مشعل في الوفاء كان فيه يطفيه لليتامى دفا مصطفى منبع للصفا سيد الأنبياء مشعل في الوفاء كان في عطفه لليتامى دفاع أن قلبي له
فذا شوقا إليه ليس أرض سوى شربة من يدي الصلاة عليه والسلام عليه. يا نبي سلام عليك، يا رسول سلام عليك، يا حبيب سلام عليك، صلوات الله عليك. يا نبي سلام عليك، يا رسول سلام عليك، يا حبيب سلام عليك، صلوات الله عليك. أنت نور الله فجرا جئت بعد العسر يسرا ربنا على فقدرا يا إمام الأنبياء. أنت في الوجدان حي، أنت للعينين ضي، أنت عند الحوض ري، أنت هاد وصفي. يا حبيبي يا محمد يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم. Inshallah, Team Nehravan Qawali on the stage. Team Nehravan. Assalamu alaikum warahmatullahi wabarakatuh. ആകാശമേ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, തിരുറൗല കാണുന്നു, മദിനൂറ് കാണുന്നു. യാ നബി मुस्तफा नूर हुदा, या मुस्तफा नूर हुदा, या मुस्तफा नूर हुदा, या मुस्तफा नूर हुदा. तू नूर के समा तू करम जुदा, तू है सबसे आका, तू हक का सबर, तू है दिल मगर, तू है सबसे आला. तू नूर के समा तू करम जुदा, तू है सबसे आका, तू हक का सबर, तू है दिल मगर, तू है सबसे आला. उसने करम का सिंत दिया का, या फिर कलमा बोले आका, काली कमली वाले आका, साली तेरा कोई नहीं. या मुस्तफा नूर हुदा, या मुस्तफा नूर हुदा, या मुस्तफा नूर हुदा. उसके करम के सब है भिखारी, क्या राजा महाराजा है, क्या राजा महाराजा है. उसके करम से सब है भिखारी,
क्या राजा महाराजा है कुर्सी पर कोई भी बैठ, राजा तो मेरा काजा है, राजा तो मेरा राजा महाराजा, राजा तो मेरा काजा है, कुर्सी पर कोई भी बैठे, राजा तो मेरा काजा है, राजा तो मेरा राजा महाराजा, राजा तो मेरा सरे इंद्र का है राजा मेरा खाजा महाराजा, सरे इंद्र का है राजा मेरा खाजा महाराजा, है डर कलान ला वजन क्या अलाल है, मैं शक्मरा मोइन मोहम्मद की आल है, मैं शक्मरा मोइन मोहम्मद की आल है, दीवान को इस बात का फिर मलाल है, दीवान को इस बात का फिर मलाल है, अच्छा कि अपने पर जहाँ पर कलाल है, ने दावे हिंदी लड़न्या पेरिंदिला गुरु खा जावे, पेरिंदिला गुरु खा जावे, इलೈ നാല് കോടിലും തെളിഞ്ഞ ഖജാ മഹാരാജ, ഇലൈ നാല് കോടിലും തെളിഞ്ഞ ഖജാ മഹാരാജ, അജ്മീരിൽ പൂത്ത സുഗന്ധമേ, അജ്മീരിൽ പൂത്ത സുഗന്ധമേ, अभिवन्य खाजा प्रकाश में, अभिवन्य खाजा प्रकाश में, खाजा 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 पिया, खाजा 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 पिया, खाजा 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 पिया, खाजा 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 पिया, वही तो राजा है दिल का राजा है, वही तो खाजा है, वही तो राजा है, हिंद मण्ണിലേക്ക് തങ്ങളയച്ചു, ഈ മണ്ണിലേക്ക് തങ്കമായി ദീൻ തെളിച്ചു, ഹിന്ദു മണ്ണിലേക്ക് തങ്ങളയച്ചു, ഈ മണ്ണിലേക്ക് തങ്കമായി ദീൻ തെളിച്ചു, ആചാരവർണ്ണ വയലിൽ പോലും നേരിലുറച്ചു, ആചാരവർണ്ണവയലിൽ പോലും നേരിലുറച്ചു, ആത്മാർത്ഥമായ കൽബിലേക്ക് വിജയിച്ചു, നേതാവേ ഹിന്ദിൽ അണഞ്ഞ പേരെന്നില ഗുരു ഖാജാവേ, പേരെന്നില ഗുരു ഖാജാവേ, बोलो कुर्सी पर कोई भी बैठे, राजा तो मेरा ख्वाजा है, राजा तो मेरा ख्वाजा है, सरे हिंद का है राजा मेरा ख्वाजा महाराजा, बोले बोले सिगर का है राजा मेरा ख्वाजा महाराजा, अपने फितरते जलाली आना अपने दराली, अपने फितरते जलाली आना अपने जलाली, अपने फितरते जलाली आना अपने जलाली, प्यारी तेरी है हम तुमको, प्यारी तेरी है हम तुमको, खाजा शेर दलेर है ना समझना शेर है, हम खाजा का शेर है ना समझना शेर है, हम ख्वाजा का शेर है, अपने फितरते जलाली, अपने फितरते जलाली आना अपने दराली, आना अपने दराली, अपने फितरते जलाली, अपने फितरते जलाली आना अपने दराली, आना अपने दराली, और सब खुशी के अपने सलाम मिलने आ गई, और सब खुशी के अपने सलाम मिलने आ गई, ईमान किस बात का मिले आ गई, ईमान किस बात का मिले आ गई, ईमान किस बात का किस रम से मिले है, ईमान किस बात का किस रम से मिले है, सबका हुसैन खाजा हमसे मिले है ना समझना शेर है, हम ख्वाजा का शेर है ना समझना शेर है, हम ख्वाजा का शेर है ना समझना शेर है, हम ख्वाजा का शेर है, अपने फितरते जलाली आना अपने जलाली, अपने फितरते जलाली आना अपने जलाली, खाजा 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 खाजा
बादशाह मोइन सैयद बादशाह मोइन सैयद बादशाह मोइन सैयद बादशाह सैयद बादशाह मोइन सैयद बादशाह मोइन सैयद बादशाह मोइन सैयद बादशाह पर हम पल मेरा हर सबको मिला बलदल इंडिया सैयद बादशाह पर हम पल मेरा हर सबको मिला बलदल इंडिया सैयद बादशाह मोइन या मोइन बल बल या मोइन बल बल या मोइन और बिल सैयद बादशाह मोइन या मोइन बल बल या मोइन बल बल या मोइन बल बल सैयद बादशाह मोइन जाने नान जाने जाने अजमेर जाने 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 अजमेर जाने नान जाने जाने अजमेर जाने नान जाने जाने अजमेर हट पे हसर पे है कोई भी हस्ती अर्जी से जुलाने मांगो ये सस्ती अजमेर के गलियों में पीर बरसती अजमेर के गलियों में पीर बरसती ईमान की मस्कन ईमान की मस्ती ईमान की मस्कन ईमान की मस्ती खजा तेरा बस्ती हक मोइन या मोइन खजा तेरा बस्ती में रहमत बरसती खजा तेरा बस्ती मैं रहमत बरसती खाजा जी महाराजा जी खाजा जी महाराजा हे खाजा जी महाराजा जी खाजा जी महाराजा जी खाजा जी महाराजा जी खाजा जी महाराजा जी अस्सलाम वालेकुम।